everyone, welcome back to my YouTube channel. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാരക്. അങ്ങനെ ഇതിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇത് പെരുന്നാളിൻ്റെ രാത്രി നമ്മളുടെ എപ്പോൾ നെയ്പ്പത്തലും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നോമ്പ് നോക്കിന് പെരുന്നാളെന്ന് തലേദിവസം അങ്ങനെ നോമ്പ് പറഞ്ഞിട്ടായിട്ട് ഫുഡൊന്നും തിന്നിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ രാത്രി ഒരു 11 മണിയല്ല അതിന് ഫുഡ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൈലാഞ്ചി ഒന്ന് വെച്ചിട്ടുണ്ടായി. അങ്ങനെ വേഗം പോയിട്ട് കുളിച്ചിട്ടായിട്ട് തിന്നാനിരുന്ന് അങ്ങനെ തിന്നിട്ടായിട്ടാകുമ്പോൾ സന ബായിക്കെല്ലാം തിന്നിട്ടായിട്ട് ഞാൻ നേരെ മൈലാഞ്ചി വെക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു കൈക്ക് വെച്ചിട്ട് പിറ്റേത് കൈ എടുക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി കൈസ്. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടാണ്. അങ്ങനെ കഴിഞ്ഞിട്ട് എണിച്ചിട്ട് നമുക്ക് 2 കയ്യിലും മെയിലാഞ്ചിണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മെയിലാഞ്ചി. നമുക്ക് മൊയിലാഞ്ചി ചെല്ലാതില്ലെങ്കിൽ സെൻറ്റതാ മെയിലാഞ്ചി വില ചോദിച്ചിട്ട് എന്തെങ്കിലും വൈകിട്ട് വെച്ചതല്ല. അപ്പോൾ ഇത് സെർഷിൻ്റെ ഡ്രസ്സ് ഒക്കെ ഭയങ്കര ആശയുണ്ടായിരുന്നു. അവൾ കുളിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ എത്തിയിട്ടിടണോ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫോൺ ഇതെല്ലാം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഗൈസ്. ഇതാ ഇന്നും ഈച്ചാണതാ ഈച്ച എന്നിട്ട് നേരെ ഞാൻ ജ്യൂസ് കളിക്കുമ്പോൾ ഒറ്റ കയ്യിലെല്ലാം കഴിയുന്നുണ്ടായിട്ട് അങ്ങനെ ജ്യൂസ് കളിക്കിട്ട് മുല്ലപ്പൂ വാങ്ങീന്. അപ്പോൾ മുല്ലപ്പൂവിനെ ഒന്നിച്ച് നമുക്ക് ഒരു റോസും തന്നിന്. അങ്ങനെ ജ്യൂസ് കളിക്കിയിട്ട് നമുക്ക് ഉമ്മ കായ് കാച്ചിയ കേങ്ങ് കാച്ചിയ ഈത്തപ്പായം കാച്ചിയ ഇതെല്ലാം ചുട്ടിട്ട് റെഡിയാക്കിയിട്ട് വെച്ചു. അപ്പോൾ സേറിച്ച് കുളിച്ചിട്ട് വന്ന് അങ്ങനെ സേറിച്ച് ഡ്രസ്സ് ഇട്ടിട്ടായിട്ട് ഇങ്ങനെ അപ്പം തിന്നുകൊണ്ടുണ്ടായി. എന്നിട്ട് നേരെ രാവിലെയും നെയ്പ്പത്തലെല്ലാം ഇതാക്കി നെയ്പ്പത്തൽ ചുട്ടിട്ട് ഇച്ചാ കൊടുത്ത് എന്നിട്ടായിട്ട് നമുക്കിതാ ഓന് പുപ്പി വേണ്ട കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നവന് നോക്ക് കഴിച്ചാനാ യോനെന്നി നമ്മൾ കുളിപ്പിച്ചിട്ടായിട്ട് ഇതെങ്ങനെ ചളിയിൽ പോയിട്ട് പെരുന്നത്. പിന്നെ പെരുന്നായോണ്ട് ഓനിക്കൊരു റിബണെല്ലാം ഇട്ട് കൊടുത്തിന് ഞങ്ങൾ ആണ് അന്നെങ്കിൽ ഓനിക്കൊരു ഡ്രസ്സ് പോലെ ആവാൻ വേണ്ടിയിട്ട്. കല്ലിനെ പൂച്ചി മയമൂടം പൊടിച്ചിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഓനെ പൊടിച്ചിട്ട് ഉള്ളിലാക്കിയിട്ടായിട്ട് ഉള്ളിൽ പോകുമ്പോൾക്ക് സന ഇതെല്ലാം ഗരം മസാല ഒക്കെ ഇതെല്ലാം വെക്കുന്നുണ്ട്. അപ്പം മോനെ പോയിട്ട് കുളിക്കുന്നു ആൾക്കാരെല്ലാം വരുന്നത്. അങ്ങനെ പോയിട്ട് കുളിക്കാൻ പോയിട്ട് ഉമ്മ ഇസ്തിരി ഇട്ടാൽ നമുക്ക് ഞാൻ ഇസ്തിരി ഇടാങ്ങിയപ്പോൾ എല്ലാവരും കത്തു പേടിച്ചിട്ട് ഞാൻ ഉമ്മാൻ്റെ ഉമ്മ ഇസ്തിരി ഇട്ടാണ്. ഞാൻ കുളിച്ചിട്ട് നമുക്ക് യോറെല്ലാം വന്നിട്ടുണ്ടായി. ഇതെല്ലാം അപ്പുറത്തെ പോലെല്ലാം പുള്ളും. എന്നിട്ട് ഞാൻ നേരെ ഫുഡ് വന്ന് കാലത്ത് ഉമ്മ ചിക്കൻ ഫ്രൈ ആക്കുന്ന കാണുമ്പോൾ ചിക്കൻ തിന്നണമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ്റെ പേരിനും വേണ്ടിയിട്ട് ഞാനൊരു നെയ്പ്പത്തലെടുത്തത്. അങ്ങനെ ചിക്കനും ഒരു നെയ്പ്പത്തലിൽ നിന്ന് എന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് മേക്കപ്പ് ആക്കാൻ കഴിയും. അപ്പോൾ കാരണം മുടിയെല്ലാം ഉണങ്ങിന്. അങ്ങനെ ഡ്രസ്സാക്കിയിട്ടായി. ഇതാണ് ഡ്രസ്സ് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സാക്കിയിട്ട് കുറച്ച് വീഡിയോ എടുത്ത് അപ്പോൾക്ക് കസിൻ ഉണ്ടായിന്. പിന്നെ ജീജു വന്നിട്ട് നമ്മൾ എല്ലാവരുടെ സോഫയിൽ ഇരുന്നിട്ട് മുണ്ടുന്നുണ്ട്. അത് നമുക്ക് ഞാൻ ചിന്മ ഈ കാലിൽ സീനർ പൊട്ടിക്കുക ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വാങ്ങി നമുക്ക് ഒക്കെ കാലിൽ കേട്ടോ. ലെറ്റ്സ് ഡൈ. അങ്ങനെ കുളിച്ചിട്ട് ഡ്രസ്സാക്കിയിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചത്. ഇനി എന്താക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ചോറ് വയ്ക്കാം. ഇത് ഇല്ലാങ്കടെ പൂ എല്ലാവരും ഒന്നിച്ച് വയ്ക്കല് ചോറ്. ഇന്ന് കുറേ ആളുണ്ടായിന്. അപ്പോൾ എല്ലാവരും വേറി വയ്ച്ച്. അപ്പോൾ ഷെസാവും സരിഷും അപ്പുറം വയ്ക്കുന്നതാണ് ഒരപ്പുറം ഇരുന്നു. അപ്പം ഞാനിതാ ബിരിയാണി ഇന്നിടാം ഞാൻ കാണിച്ചത്. ഞാൻ മുണ്ടിക്കൊണ്ട് ഇതെല്ലാം എടുത്തിട്ട് കുറച്ച് കച്ചമ്പറിട്ട് മസാല
മസാല ഇട്ട് ചിക്കൻ പീസ് എടുത്തിട്ട് നെക്സ്റ്റ് ഫ്രണ്ട് ക്യാമറയിൽ കാണിച്ചു തരാം. ഗുഡ്. എനിക്ക് ഇഷ്ടവും നല്ല ബിരിയാണി, നല്ല ബിരിയാണി. ജീജു വന്നിട്ടുണ്ട്, ജീജും സനാവും അപ്പുറമുണ്ട്. ഞങ്ങൾ വഴി പോയിട്ടാണ് റെഡിയായിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ്, കുറച്ച് വീഡിയോ എടുത്ത്. അതിന് ശേഷം ജീജു വന്ന് സന ജീജുൻ്റെ അടുത്തായി ഞാൻ ബേക്കാൻ പോയി. അപ്പോൾ ഡ്രസ്സെല്ലാം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, ഫോട്ടോസെല്ലാം ഇനി ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ആക്കാം. പിന്നെന്തോല്ലാം എനിക്ക് പറയാൻ, എൻ്റെ കാര്യമില്ല ബേക്കാൻ, അതൊക്കെ ബേച്ചാൽ ഉമ്മ ബേച്ച്, ഇച്ച ബേച്ച്, ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് പെരുന്നാൾക്ക് ഒന്നും ചെയ്തിട്ട് ബേച്ച്, എല്ലാവരുമില്ല ബേക്കാൻ, ഞാൻ മാത്രം. അപ്പോൾ നമുക്ക് ഇനി ബേച്ചിട്ടായിട്ട് കാണാം. ഓക്കെ, താ. നിങ്ങളാണെല്ലാം എന്ത് ചോറ് ബേച്ചാണ് കമൻ്റ് ആക്കി പെരുന്നാൾ കേൾക്കും അറിയില്ല. നിങ്ങളാടെല്ലോ എന്ത് ചോറ് വെച്ച് പെരുന്നാക്കുന്നു കമൻ്റ് ആക്കും. ഓക്കെ, ബൈ. അതിനെ തോന്നിട്ട് കാണാം. ചോറ് ലഭിച്ചിട്ടായിരുന്നു നമ്മൾ ആടെ റൂമിലിരിക്കുമ്പോൾക്ക് ജീജുവിൻ്റെ ആടുന്ന് ഓരെല്ലാം വന്ന്, ജീജുവിൻ്റെ അനിയത്തി, പിന്നെ ജീജുവിൻ്റെ ഇച്ച ഓരെല്ലാവരും വന്ന് അങ്ങനെ ഓരോ ഫോട്ടോ എല്ലാം എടുത്ത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഓരാടുന്ന് പോയിട്ടായിട്ട് സനാവും പോയി, അതിൻ്റെ നമ്മും പോയി. അതെല്ലാം ഞാൻ പറയുന്നുണ്ട് മല്ല ഓർ പോകുമ്പോൾ ഞങ്ങളുടെ മുറ്റത്ത് നോക്കാണ്. അങ്ങനെ സനാൻ്റെ ആടുന്ന് ജീജുവിൻ്റെ ഓരെല്ലാം വന്നിട്ടാണ്. ഓരെല്ലാവരും പോയി അതിനായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്ത്. ശരിഷ് ബാക്കിൽ ഫോണൊക്കെ നോക്കറോ, ശരിഷേ നീ ബാക്കിൽ ഫോണൊക്കെ കാണും. എന്നിട്ട് സനാവും ജീജുവിൻ്റെ അടുക്ക് പോയി. എന്തെങ്കിലും ജീജുവിൻ്റെ മാമക്ക് സനാനെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സന അങ്ങോട്ടേക്ക് പോയി. മാമ ചാച്ച ഓരെല്ലോ ഇവിടെ വന്നിട്ടുണ്ടായിന്. ഓർ അങ്ങനെ ഇവിടുന്ന് അടുക്ക് പോയി, മൂത്തമ്മാൻ്റെ അടുക്ക് പോയി, ഉമ്മാൻ്റെ ഫസ്റ്റ് തട്ടത്തിൻ്റെ ഒരടുക്ക് ഓറ് പോയി. ഇനി നമ്മൾ നേരെ പോരെന്ന് എടുക്കുമോ, ഇത്ര സമയം നമ്മൾ പോരയിലുണ്ടായി, എല്ലാവരും പേരെന്ന് പറയലില്ലാക്കി. ഇനി നമ്മൾ നേരെ മൂത്തമ്മാൻ്റെ അടുക്ക് പോകും. ഞങ്ങളെ ഉമ്മാൻ്റെ മൂത്തമ്മല്ല എൻ്റെ മൂത്തമ്മ, അതെ ഉമ്മാൻ്റെ വെട്ടത്തിൽ. ഒരാടെ രണ്ടാളാടി ഞങ്ങൾ പോകും. ഇന്ന് വേറെ എവിടെ ഞങ്ങൾ പോക്കില്ല, നാളെ മാമാൻ്റെ അവിടെ പോക്ക്. അപ്പോൾ ഇനി നേരെ മൂത്തമ്മാൻ്റെ അവിടെ പോവാം. ആടുന്നൊന്നും ഞാനങ്ങനെ വീഡിയോസ് എടുക്കില്ല, എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഓർക്കൊന്നും അത്ര വലിയ ഓർക്കാർക്കും വലിയ ഇഷ്ടമല്ല അങ്ങനത്തെ വീഡിയോ അങ്ങനത്തെ ഒന്നും. അതുകൊണ്ട് ഞാൻ ആരും ഫോഴ്സ് ആക്കിയിട്ട് നിർത്തിക്കാൻ ശരിയല്ലല്ലോ, അതുകൊണ്ട് ഓരാരും നിർത്തിക്കുന്നില്ല. പിന്നെ എൻ്റെ ഫോട്ടോസ്, ഞങ്ങൾ ഇടുന്നെടുത്ത ഫോട്ടോസ് അതെല്ലാം ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ആക്കും. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഡ്രസ്സ് നോക്കും, ഞാൻ മൂത്തമ്മൻ്റെ നിന്ന് കാണിച്ചു തരാം ഡ്രസ്സ്. ഇപ്പോൾ കാണിച്ചു തരാൻ നോക്കുമ്പോൾ സനയില്ല, ആരുമില്ല. അപ്പം എനിക്ക് കാണിച്ചു തരാൻ ഹെൽപ്പാക്കാൻ ഞാൻ തന്നെ ഉണ്ട്, അത് ഒറ്റയ്ക്ക് തന്നെ. അപ്പോൾ ഇതെന്നെ സെൽഫ് ഷോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെന്തോ ഇല്ലാന്നിരിക്കുന്നു പറയാൻ. അതിൻ്റെ പൂവെല്ലാം ചൂടി ഞാൻ. എന്നിട്ട് മൂത്തമ്മയുടെ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. ഇച്ച ഇപ്പോൾ വന്നിട്ടായിട്ട് ഇച്ച പോരിലുണ്ട്. ഇച്ചപ്പോൾ കഴിഞ്ഞ് വന്നിട്ടായിട്ട് നമ്മളെല്ലാവരും നേരെ മൂത്തമ്മയുടെ പോകും. എന്നിട്ട് ആടിന് റിട്ടേൺ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇന്നത്തെ പേരിന് കഴിയും. ഇത്രയും ഇന്നത്തെ പേരിന് സന ആടത്തേക്ക് വരും ചെല്ലിന്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ഇനി മൂത്തമ്മൻ്റെ ആടിന് കാണാം. ഓക്കെ, ബൈ. പിന്നെ എല്ലാവരുടെ ഡ്രസ്സ് കാണിച്ചിടണമെന്ന് വെച്ചു ഞാൻ. അപ്പോൾ എല്ലാവരുടെ ഡ്രസ്സ് നോക്കും ഞാൻ മൂത്തമ്മേനെ കാണിച്ചാൽ. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. എന്ത് വെച്ചാൽ എല്ലാവരുടെ പെരുന്നാളുടെ ഡ്രസ്സും ഞാൻ ഇത് ഷോപ്പിംഗ് ബ്ലോഗിൽ കാണിച്ചു തന്നിന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ ഞാൻ ഏത് ഡ്രസ്സ് ഞാൻ ചെല്ലിട്ടാണ് ഞാൻ ഇന്നെടുത്തേന്ന്. അപ്പോൾ സർപ്രൈസ് എന്താ ചെയ്യെങ്കിൽ എല്ലാവരുടെ പെരുന്നാൾ ഡ്രസ്സും എൻ്റെ ഈദ് ഷോപ്പിംഗ് ബ്ലോഗിലുണ്ടായിന്. അപ്പോൾ ഒന്നും കൂടി എല്ലാവരും ഇട്ടിട്ട് റെഡി ആയി ഞാൻ കാണിച്ച ഡ്രസ്സോ ഡ്രസ്സെല്ലാം ഇങ്ങോട്ട് ബാപ്പ ലൈറ്റ് അടിക്കും.
അപ്പോൾ ഇതാണ് ഷസാൻ്റെ ഡ്രസ്സ് ഞാൻ ട്രൈ ആക്കിയിട്ട് എടുത്ത നിങ്ങളെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ടാണ്ട് ഈ ഷോപ്പിംഗ് വ്ലോഗ് കാണാം. പിന്നെ കുറെ ആൾക്കാർ നോക്കുന്നു, ലൈക്ക് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ലൈക്കും സബ്സ്ക്രൈബും രണ്ട് ചെയ്യണം. ഡു സപ്പോർട്ട് മൈ യൂട്യൂബ് ചാനൽ. പിന്നെ എന്താ ശരിയെങ്കിൽ പിന്നെ ഒന്നുമില്ല. ഞാൻ ഡ്രസ്സെല്ലാം ആളെ പോയിട്ടായിട്ട് കാണിച്ചു തരാം. നമുക്ക് ഒറ്റക്കനെ വീഡിയോ എടുത്തിട്ട് കൈ കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ലാന്ന് ഇരിക്കുന്നു ചില. പിന്നെ ഒന്ന് എൻ്റെ ഡ്രസ്സ് ഞാൻ ആയിരുന്നു കാണിച്ചു തരും ചെല്ലിട്ട് നമുക്ക്. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു കഥയുണ്ട്. എന്ത് ചെയ്യെങ്കിൽ ഞാൻ ഫസ്റ്റ് ഷോപ്പിങ്ങിൽ പോയിട്ടാകുമ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ ട്രൈ ആക്കുന്നതാണ് ഇനി. എന്നിട്ട് ഞാൻ ചെല്ലിന് ഞാൻ ചെറിയ പെരുന്നാക്കും വന്നിട്ട് ഇനെ നോക്കിന്ന്. അങ്ങനെ ഞാൻ എല്ലാവരും സജഷൻ കാരണം ഞാൻ ആദ്യമേ പോയിട്ട് ഈ ഡ്രസ്സാണ് നോക്കിയിട്ട് വന്ന ഡ്രസ്സ് ഞങ്ങൾക്ക് പോയി കാണിച്ചു തരാം. ഇത് എല്ലാവരും സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സും വ്ലോഗ് നോക്കിയ കസിൻസും എല്ലാവരും എന്നോട് പറയുന്നതെന്ന് വെച്ചില്ലെങ്കിൽ സഫൻ ഞാൻ നോക്കിയ ഡ്രസ്സില്ലേ അത് വാങ്ങുക, അത് നല്ല പിടിച്ച് നീ ഏതെടുത്തത് നമുക്കറിയില്ലല്ലോ എന്നല്ലോ. അപ്പോൾ എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ നോക്കിയ ഡ്രസ്സ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത ഡ്രസ്സാണ് സൈഡാക്കി വെച്ചിട്ട് എല്ലാവരും ചെല്ലിയ പോലെ ഇതാ നിങ്ങൾ ചെല്ലിയ ഡ്രസ്സ് തന്നെ ഞാൻ എടുത്തത്. ഇനി കുറേ വട്ടം ചെല്ലിയല്ല ഡ്രസ്സ് ഞാൻ പിന്നെ കാണിച്ചിട്ടാണ് ഓക്കെ ഗൈസ്. അപ്പോൾ ഞാൻ ഇനി ഡ്രസ്സ് കാണിച്ചിട്ടില്ല, ഞാൻ അതിലും ഇതന്നെ ചെല്ലിക്കൊണ്ടാവും. ഡ്രസ്സ് കാണിച്ചിടാം ഓക്കെ. ഞാൻ പുറത്ത് നിന്നൊരു വീഡിയോ എടുക്കുന്നുണ്ടായ അപ്പോൾ നോക്കുന്ന എല്ലാ പാങ്ങുണ്ട് ആകാശം കാണും. അപ്പം ഇതാ ഉമ്മാൻ്റെ ഡ്രസ്സ് ചെയ്ത് പിന്നെ ചെല്ലിയ എനിക്ക് ഉമ്മ ഞാൻ കുറേ ഇവിടെ പറഞ്ഞു എല്ലാവരുടെ ഡ്രസ്സ് ഞാൻ പിന്നെ കാണിച്ചുതരാം പറഞ്ഞു. ഉമ്മക്ക് കോള് വന്നു ഗൈസ്, പിന്നെ കാണിച്ചുതരാം. ഉമ്മാൻ്റെ ഡ്രസ്സ് ഞാൻ പിന്നെ കാണിച്ചു കൊടുക്കാം നമുക്ക് മൂത്തമ്മാൻ്റെ. ഉമ്മാൻ്റെ ഡ്രസ്സ് ഉമ്മ കാണിച്ചു തരുന്നു. എല്ലാവരുടെ ഡ്രസ്സ് അത് സാരില്ല ഇടും എല്ലാം ഞാനിടും ഗൈസ്, എല്ലാം ഞാനിടും. എന്ത് ഞാൻ കട്ടാക്കിയില്ല ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മ നേരെ ഇടവണ താഴത്തെ മല ശേരിശിന മയിലാണ് ചാൻസരാ തിരിക്കേ. അങ്ങനെ ഇതാ ആടുന്ന നേരം ഞാൻ മൂത്തമ്മാനോടെ പോകുന്ന സ്ഥലത്ത് കാറിൽ കയറിയിട്ട് മൂത്തമ്മാനെ പറ്റി ചട്ടഞ്ചാലിൽ ഒരു മൂത്തമ്മാൻ്റെ ഞാൻ ചട്ടഞ്ചാൽ സ്കൂളിൽ പഠിച്ചു. അങ്ങനെ ഞാൻ അടുക്കത്തുനിന്ന് ഇങ്ങനെ സ്കൂളിൽ ഇതെല്ലാം നോക്കി 5 നേരം മൂത്തമ്മാൻ്റെ അടുക്കെത്തി. മൂത്തമ്മാൻ്റെ പായസം അതെല്ലാം ഉണ്ടായിന്. അങ്ങനെ ആടുന്ന് അതെല്ലാം തോന്നിയിട്ട് ഞാനെന്ത് തോന്നിയിട്ടാ. എന്നിട്ട് നേരെ ചാച്ചാൻ്റെ മോളെ പെരുക്കേക്ക് പോയി. അവിടെ ഓളെ കുഞ്ഞി ഇത് ദാന. അങ്ങനെ കുഞ്ഞിൻ്റെ ഒക്കെ കുറച്ച് സമയം കളിച്ച് ഓളാടിയും ഇങ്ങനത്തെ പായസം സ്നാക്സ് അങ്ങനത്തെ എന്തെല്ലാം ഓണായി. എന്നിട്ട് അതെല്ലാം ഇത് ജീജോ. എന്നിട്ടായിട്ട് ഓളാടിന് ഓളാടിന് റിട്ടേൺ ആയിട്ട് നമ്മൾ നേരെ മൂത്തമ്മാൻ്റെ അടുത്തേക്ക് പോയി. ഉമ്മാൻ്റെ 2ാമത്തെ ഏട്ടത്തി ഇത്. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് കസിൻ സിസ്റ്ററെല്ലാം വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്യാൻ എനിക്ക് പെരുന്നാൾ വ്ളോഗ് ഇട്ടിട്ടാകുമ്പോൾ കുറേ ആൾക്കാർ ചെല്ലി നീ ഏത് ഡ്രസ്സ് എടുത്തത്, നീ ഈ കളർ തന്നെയാണ് ഡ്രസ്സ് എടുത്തത്, ഇതെടുക്ക് ഇത് പാങ്ങുന്നു. അപ്പോൾ എല്ലാവരും ചെല്ലിയൊക്കെ ഇട്ടിട്ടാ ഞാൻ ഈ ഡ്രസ്സ് തന്നെ എടുത്ത്. പിന്നെ സസാൻ്റെ ഓരോ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ. ഇപ്പം ഞാൻ ഉണ്ടായിരുന്നു വെച്ചില്ലെങ്കിൽ എൻ്റെ മൂത്തമ്മാൻ്റെ മോളെ പുരയിൽ ആദ്യം കൊണ്ട് ഇനി വരുന്ന നേരെ മാമാൻ്റെ അടുക്ക് പോകണം, പപ്പാൻ്റെ ഉമ്മാൻ്റെ അടുക്ക് ഓക്കെ. പിന്നെ ഞാൻ ഷസാൻ്റെ സരിശിനെ കാണിച്ചു തോന്നുന്നു, ഷസാൻ്റെ ഉമ്മാൻ്റെ എല്ലാം ഞാൻ കാണിച്ചു തരാം ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ ഔട്ട്ഫിറ്റ്, ഇന്നത്തെ പെരുന്നാളിൻ്റെ ലുക്കെല്ലാം എങ്ങനെയുണ്ടെന്ന് ചെല്ലണം ഓക്കെ. പാങ്ങുണ്ടാ പാങ്ങില്ലേ എല്ലാം പറയണം ഓക്കെ. അപ്പോൾ ഇതാ ഷസാക്ക് ഞാനൊന്ന് എസാറാൻ ചെല്ലുന്ന ഷോപ്പിൽ നിന്ന് ട്രൈ ആക്കി ഇറങ്ങിയിട്ട് ഇതാണ് ഷസാൻ്റെ ഡ്രസ്സ്. ഞാൻ ഫുൾ കാണിച്ചു തരാം. ഇതാണ് ഷസാൻ്റെ ഡ്രസ്സ്. പിന്നെ ഞാനെടുത്ത കൊണ്ട് ഡെഫിനറ്റ്ലി അത് പാങ്ങുണ്ടാവും എന്ന് വിശ്വസിക്കും. ഇതാ ഉമ്മാൻ്റെ ഡ്രസ്സ് ഇത് ഐവാണ് എടുത്തത്. ഞാൻ ലാസ്റ്റ് ടൈം ഇതും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിന്. എല്ലാവരുടെ പെരുന്നാൾ ഡ്രസ്സും ഞാൻ ഷോപ്പിംഗ് വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിന്. അപ്പോൾ ഷോപ്പിംഗ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം.
അപ്പോൾ ഇനി ആര് ഡ്രസ്സ് കാണിച്ചിട്ടുണ്ട്, ഇനി ആരുതും ഇല്ല. ഇനി എന്താക്കുന്നതെന്ന് നോക്കിയിട്ട് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ മൂത്തമാനാടുണ്ടല്ലോ, അപ്പം എൻ്റെ കുറച്ച് കസിൻസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഒളിച്ച് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ടായിട്ട് മൂത്തമാൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിന്, അതായത് രാഹത്തിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിന്. ഈ വൈറ്റ് പോലത്തെ ഓഫ് വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്നിട്ട് ഓനക്ക് ഹാപ്പി ബർത്ത്ഡേ എല്ലാം പാടിയിട്ട് കേക്കെല്ലാം മുറിച്ച്. അപ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കുക. അങ്ങനെ ഇതാ കേക്കെല്ലാം കട്ടാക്കിയിട്ടായി. കേക്ക് കട്ടാക്കിയിട്ടായിട്ട് ഞാൻ ഓനക്ക് ബായിക്കെല്ലാം ഇട്ടെടുത്ത്. അപ്പോഴൊക്കെ സമയം ഒരു 11 മണിയെല്ലാം ആയിന്. അങ്ങനെ മൂത്തമ്മ കേക്കെല്ലാം കട്ടാക്കിയിട്ടായിട്ട് ആടുന്ന് നേരെ മാമൻ്റെ അവിടെ പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അങ്ങനെ അപ്പോഴേക്ക് തന്നെ തങ്ങത്തിന്. എന്നിട്ട് മാമാൻ്റെ അവിടെ പോയിട്ട് ഒരു 2 മണിയെല്ലാം റിട്ടേൺ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിൽക്കുന്നു. അൺടിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിൽക്കും. ബൈ ബൈ.